ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ. ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധ്യമുള്ള എല്ലാവരും എന്ത് ചെയ്തിരുന്നു? ഭയപ്പെട്ടിരുന്നു. ബോധ്യമില്ലാത്തവർക്ക് ഭയമൊന്നുമില്ല. അറിയുമ്പോഴാണല്ലോ നമുക്ക് ഭയം ഉണ്ടാകുന്നത്, അറിവില്ലെങ്കിൽ ഭയമൊന്നുമില്ല. എന്റെ തലയുടെ കീഴെ ഒരു മൂർഖൻ പാമ്പ് ചുരുണ്ടിരിപ്പുണ്ടെന്ന് അറിഞ്ഞാലല്ല എനിക്ക് പേടിയുള്ളൂ. ഇല്ലെങ്കിൽ കയറി കിടക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉണ്ടോ? അറിഞ്ഞാലല്ല പേടിയുള്ളൂ. അതുകൊണ്ട് ഈ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ അറിയുമ്പോൾ ആ നിമിഷം മുതൽ അയ്യോ എപ്പോഴാണ് എന്റെ മരണം സംഭവിക്കുന്നുള്ള ഭീതി എനിക്ക് ഉണ്ടാകും. എന്തുകൊണ്ട്? മരിച്ചു കഴിഞ്ഞ് പിന്നെ എനിക്ക് എന്റെ നിത്യതയിൽ ഇറ്റേണിറ്റി മൊത്തമായിട്ട് എങ്ങോട്ട് പോകുകയാണ്? നരകത്തിലേക്ക് പോകുകയാണ്. അവിടെ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അങ്ങനെ ജീവപര്യന്തം മരണഭീതിക്ക് അടിമയായിരുന്ന ഈ സാജുവിനെ യേശു ഇറങ്ങി വന്ന് അവന്റെ മരണത്താൽ, കാരണം എനിക്ക് പകരം അവൻ മരിച്ചുകൊണ്ട് അവൻ എന്ത് ചെയ്തു? എന്നെ പാതാളത്തോട് ബന്ധിച്ചിരുന്നതായ ഈ ചങ്ങല പൊട്ടിച്ചു കളഞ്ഞു. ഇനിയിപ്പോ യേശുവിന് എന്റെ കൈ പിടിച്ചോണ്ടെങ്കിൽ പോരാ. ഈ ചങ്ങല എന്റെ കാലെ കിടക്കുന്നിടത്തോളം കാലം യേശുവിന് എന്റെ കൈ പിടിച്ചുകൊണ്ട് പോലും പോരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് എന്നെ രക്ഷിക്കാൻ യേശുവിന്റെ മരണം അനിവാര്യമായിരുന്നത്. പിതാവായ ദൈവം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ പിതാവിന് അറിയാമായിരുന്നു തന്റെ പുത്രന്റെ മരണത്തിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? സാജുവിനെ രക്ഷിക്കാൻ പറ്റത്തുള്ളൂ. സാജുവിനെ പോലെ ആരെയും രക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാലത് പിതാവ് തയ്യാറായി. അതാണ് സ്നേഹം. അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ട് യേശുവിനെ പിതാവ് ഭൂമിയിലേക്ക് പറഞ്ഞുവിട്ടതാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനമെന്ന് പറയുന്നത്. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുമ്പോൾ, നരകത്തിലേക്ക് വിറച്ചു പോയപ്പോൾ എന്നെ രക്ഷിക്കാനായിട്ട് ആരിറങ്ങി വന്നു? യേശു ഇറങ്ങി വന്നു. അതാണ് യേശുവിന്റെ സ്നേഹം. ആ സ്നേഹം ഞാൻ മനസ്സിലാക്കുമ്പോൾ, ആ സ്നേഹം എന്നിൽ കടക്കുമ്പോൾ, വാസ്തവത്തിൽ എന്താ സംഭവിക്കുന്നത്? വെൻ യു ബിക്കം എ ചൈൽഡ് ഓഫ് ഗാഡ്, ഈ സ്നേഹം എന്നിലേക്ക് പ്രവേശിക്കുകയാണ്. പിന്നെ ഞാൻ ഇതേപോലെയാണത് സ്നേഹിക്കുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം ഇപ്പോഴിരിക്കുന്നത് ആരിലാണെന്നാ പോൾ പറയുന്നത്? എന്നിലുണ്ട്. അതായത് when I am becoming a child of God, ഞാൻ കർത്താവിന്റെ പുത്രനായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലേക്ക് പകരപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ എന്നിലെ സ്നേഹം മാനുഷിക സ്നേഹമല്ല, പ്രത്യുത ആരുടെ സ്നേഹമാണ്? ക്രിസ്തുവിന്റെ സ്നേഹം. പ്രിയമുള്ളവരെ, ഇതൊരു വലിയ ആത്മയാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കാര്യം പലപ്പോഴും നമുക്കുള്ളൊരു വലിയ പ്രശ്നം, നമ്മൾ ഇപ്പോഴും ഉള്ളത് മാനുഷിക സ്നേഹമാണ്. അത് ചിലപ്പം ചില ആളുകളിൽ കുറച്ച് നല്ല സ്നേഹമൊക്കെയാണ്. നല്ല സ്നേഹം എന്ന് ഉദ്ദേശിക്കുന്നത് കൂട്ടുകാരോടൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളുണ്ട്, വല്ലവർക്കൊക്കെ എല്ലാം കൊടുക്കാനൊക്കെ മനസ്സുള്ളവരുണ്ട്. നല്ല സ്നേഹമുള്ള എത്രയോ പേരുണ്ട്. എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ? എത്രയോ ക്രിസ്ത്യാനികളെക്കാൾ മെച്ചപ്പെട്ട എത്രയോ മറ്റ് മതസ്ഥരായ ആളുകളുണ്ട്. അവരിലൊക്കെ ഈ സ്നേഹമുണ്ട്. അതൊന്നും നമ്മളെ ഒരിക്കലും വെറുതെ തള്ളിക്കളയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരു ദൈവവൈതലിൽ മാത്രമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. മാനുഷിക സ്നേഹം, കാര്യം ദൈവമാണല്ലോ മനുഷ്യനെ സൃഷ്ടിച്ചത്. ഏത് മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ്. അതുകൊണ്ട് ഒരു പരിധി വരെയൊക്കെ ദൈവത്തിന്റെ ഗുണങ്ങൾ ഈ മനുഷ്യരിൽ അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അത് എല്ലാ മതത്തിലുമുള്ള ആളുകളിൽ ഈ ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിലുള്ള ചില നല്ല ഗുണങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളായ എല്ലാ മതത്തിലുമുള്ള ആളുകളുടെ ഉള്ളില് കിടപ്പുണ്ട്. ചിലപ്പോൾ ആളുകൾ പറയാറുണ്ടല്ലോ, നമ്മൾ ക്രിസ്ത്യാനികളെക്കാളും എത്രയോ നല്ല ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ഉണ്ട്, അവരൊക്കെ സ്വർഗത്തിൽ പോകുന്നില്ലയോ? പ്രിയമുള്ളവരെ, എല്ലാവരെയും സൃഷ്ടിച്ചത് ആരാണ്? ഈ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിന്റെ സ്വഭാവ വിശേഷങ്ങളുടെ ചെറിയ അംശം അവിടെയും ഇവിടെയും ഒക്കെ കിടപ്പുണ്ട്. ആ സ്നേഹത്തെയാണ് മാനുഷിക സ്നേഹം എന്ന് പറയുന്നത്. അത് കുഴപ്പമുള്ളതൊന്നുമല്ല. പക്ഷേ ആ സ്നേഹം പോരാ നമുക്ക് ഒരാളെ ജീവൻ കൊടുത്ത് രക്ഷിക്കാൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത,
ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ പ്രത്യേകത അത് സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമല്ല, പാപികൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന സ്നേഹമാണ്. അതാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത. അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില്ലറ കാര്യങ്ങളല്ല ഈ സ്നേഹത്തിൽ കാണുന്നത്. പ്രത്യേകത എന്താണ്? നമ്മൾ വെറുക്കുന്നവരായ, നമ്മളെ വെറുക്കുന്നവരായ, നമ്മളെ ഉപേക്ഷിച്ചവരായ ആളുകളെ കുറിച്ച് പോലും ഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വേദനയോടെ അവർക്ക് വേണ്ടി എന്റെ സ്വന്തം ജീവനെ പോലും കൊടുത്തവരെ നേടുവാനുള്ള മോഹമാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ ക്രൂശിൽ കണ്ടു. ഇപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ ക്രൂശിൽ കാണുക മാത്രമല്ല, ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹം എന്ത് ചെയ്യാണ്? അതെന്റെ അനുഭവമാണ്. എന്റെ അനുഭവമാണ്. അതിപ്പോൾ എന്റെ ഉള്ളിലുണ്ട്. ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ യേശു എനിക്ക് വേണ്ടി മരിക്കാനായിട്ട് ഇറങ്ങി വന്നു. ഇപ്പോഴത്തെ സീൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അനേകര് നരകത്തിലേക്ക് പോകുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലാക്കണം. ഒരു ദിവസം ഞാൻ നരകത്തിലേക്ക് പോകുന്നത് കണ്ടു. ആര് കണ്ടു? യേശു കണ്ടു, ദൈവം കണ്ടു. ദൈവം എന്ത് ചെയ്തു? സ്വന്തം പുത്രനെ മരിക്കാനായിട്ട് ഇറക്കിക്കൊടുത്തു, ഏൽപ്പിച്ചു കൊടുത്തു. ഓക്കെ, ഇപ്പോഴത്തെ സംഭവം എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ, ഞാനിപ്പോ നരകത്തിലേക്ക് പോവുകയല്ല. അവൻ എന്ത് ചെയ്തു? എന്നെ രക്ഷിച്ച് അവന്റെ രക്ഷയുടെ ആ ഒരു പേടകത്തിനുള്ളിലേക്ക് അവൻ കയറ്റിയിരിക്കുകയാണ്. സഭയുടെ ഉള്ളിലേക്ക് അവൻ കയറ്റിയിരിക്കുകയാണ്. അവന്റെ പേടകമാണ് സഭ, സംഘടനകളല്ല. അവന്റെ രക്ഷയുടെ പേടകമാണ് വാസ്തവം പറഞ്ഞാൽ എന്ത്? സഭ. പക്ഷേ ഇതിന് പുറത്ത് ഇപ്പോൾ എന്താണ്? ആളുകൾ, ഒന്നും രണ്ടും പേരുമല്ല, എന്റെ സുഹൃത്തുക്കൾ, എന്റെ വീട്ടുകാര്, എന്റെ നാട്ടുകാര്, എന്റെ അയൽക്കാര്, എന്റെ പട്ടണക്കാര്, ഇവരൊക്കെയും നിത്യനാശത്തിലേക്ക് വേച്ചിറങ്ങിപ്പോകുന്ന കാഴ്ച ഈ രക്ഷയുടെ പേടകത്തിനകത്തിരുന്ന് ഞാൻ കാണുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പോൾ പറയാണ്, ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ ഏത് സ്നേഹം എന്നെ തേടി ഇറങ്ങി വന്നുവോ അതേ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. ഇനിയിപ്പോ എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് എനിക്ക് കഴിയത്തില്ല. എനിക്ക് വെറുതെ ഇരുന്നുകൂടാ. ഇവർ നരകത്തിലേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. കാരണം അയാളുടെ ഭാവി എന്റെ കയ്യിലാണ്. ഞാൻ ഇറങ്ങിച്ചെന്നില്ലെങ്കിൽ അയാൾ അങ്ങോട്ട് പോകും, നരകത്തിലേക്ക് പോകും. അതുകൊണ്ട് അയാൾ നരകത്തിൽ പോയിക്കൂടാ. ഞാൻ നരകത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ പിതാവായ ദൈവം പറഞ്ഞു, ഇതാ സാജു നരകത്തിലേക്ക് പോകുന്നു, അവൻ നരകത്തിൽ പോയിക്കൂടാ, അവനെ വിടുവിക്കണം, ഇറങ്ങിച്ചെല്ല്, യേശുവിനോട് പറഞ്ഞു. ഇന്ന് ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, അവൻ നരകത്തിലേക്ക് പോയിക്കൂടാ. അവന്റെ ഭാവി എന്റെ ഒരു സാക്ഷിയിൻ വാക്കിലാണ്. അവന്റെ ഭാവി ഞാൻ അവനെ യേശുവിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു സാക്ഷിയിൻ വാക്കിലാണ്. അവൻ നഷ്ടപ്പെട്ടുകൂടാ, അവൻ നരകത്തിലേക്ക് പോയിക്കൂടാ. അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുന്നത്. അത് കൽപ്പനയാണോന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം വായിക്കുമ്പോൾ മാത്രമൊന്നും അല്ല എനിക്ക് ആത്മഭാരം വരുന്നത്. ചർച്ച് ഗ്രോത്ത് സെമിനാറിൽ പങ്കെടുക്കുമ്പോഴൊന്നും അല്ല എനിക്ക് ആത്മഭാരം വരുന്നത്. കാര്യം എന്റെ ഹൃദയത്തിൽ ഞാൻ നരകത്തിലേക്ക് പോയപ്പോൾ ഇറങ്ങി വന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ കാഴ്ച, കാൽവറി ക്രൂശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിക്കുന്ന യേശുവിന്റെ കാഴ്ച, ആ കാഴ്ച എന്ത് ചെയ്യുന്നു? എന്നെ നിർബന്ധിക്കുന്നു. നിത്യനാശത്തിലേക്ക് പോകുന്ന മനുഷ്യൻ എനിക്കൊരു വേദനയാണ്. അതാണ് ഞാൻ രാവിലെ പറഞ്ഞത്, ഉടക്കി വലിക്കുന്ന ഒരു വേദന. അവൻ നരകത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ എന്റെ ദൈവമേ, ഞാൻ ഒരു നിമിഷം വൈകിപ്പോയാൽ അവന്റെ നിത്യതയാണ് നഷ്ടപ്പെടുന്നത്. ആ ഒരു തിരിച്ചറിവിൽ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്നുള്ള ആ പോളിന്റെ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് പ്രശ്നം. സപ്പോസ് ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാര്യം ഞാൻ സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ അത് എനിക്കും കഷ്ടമാണ്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എന്റെ എക്സിസ്റ്റൻസ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. നീ എന്തിനാ പിന്നെ ഭൂമി ജീവിക്കുക? നമ്മൾ ചോദിക്കുമല്ലോ, എന്തിനാടാ ഇങ്ങനെ ജീവിക്കുന്നത് ചോദിക്കില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിന് അർത്ഥമില്ലെന്നാ. നിന്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥമില്ല. ഒരു പാഴ് ജീവിതം കാണുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, എന്തിനാ ഇവനൊക്കെ ജീവിക്കുന്നത്? നമ്മൾ ചോദിക്കുമല്ലോ. കാരണം ഇവൻ ജീവിച്ചതുകൊണ്ട് അവനും ഗുണമില്ല, നാട്ടുകാർക്കും ഗുണമില്ല, വീട്ടുകാർക്കും ഗുണമില്ല, ലോകത്തിനും ഗുണമില്ല, ദൈവത്തിനും ഗുണമില്ല. ആർക്കും ഗുണമില്ലാത്ത ഒരു ജീവിതം, പ്രയോജനമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മൾ പറയുന്നത്. അവന്റെ എക്സിസ്റ്റൻസ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനം വരുന്നുള്ളത്.
ചില ആളുകൾ ഞാൻ എന്തിനാ ജീവിക്കുന്ന ആളുകൾ ചോദിക്കുമല്ലോ ചിലപ്പോ, ഇല്ലേ? ഇതേ ചോദ്യമാണ് പോൾ ചോദിക്കുന്നത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല, പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നതെന്ന്. വോ ഓൺ ടു മീ ഇഫ് ഐ ഡു നോട്ട് പ്രീച്ച് ഗോസ്പൽ. കാരണം എന്റെ എക്സിസ്റ്റൻസ് തന്നെ എന്തിനകത്താണ് ഇരിക്കുന്നത്? ഞാൻ സുവിശേഷം അറിയിക്കുന്നതിലാണ്. ഞാനിത് അറിയിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഇതാണ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന, നമ്മൾ പഠിക്കുന്നതായ അതിന്റെ ഓരോ വാക്യങ്ങളുടെയും അർത്ഥം, അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതിന്റെ നമ്മൾ ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയുമ്പോൾ, ആ ക്രിസ്തുവിന്റെ സ്നേഹം നിർബന്ധിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് അതിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് പഠിക്കുമ്പോൾ, 10-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു. ആകയാൽ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക കാരണത്താൽ എന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് മനുഷ്യനെ, വി പേഴ്സ്യൂ പീപ്പിൾ എന്നാണ് പറയുന്നത്. ഞങ്ങൾ മനുഷ്യന്റെ പുറകെ നടക്കുന്നുണ്ട്, അവരെ സമ്മതിപ്പിക്കുന്നു, അവന്റെ പുറകെ നടന്ന് ഞങ്ങൾ സുവിശേഷം പറയുന്നു. എന്തുകൊണ്ട് സുവിശേഷം പറയുന്നു? എന്താണ് അതിന്റെ റീസൺ? പോൾ പറയാണ്, എന്ത്? അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാകുന്നു. ഈ തിരിച്ചറിവാണ് എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ പോൾ പറയുന്നത്. ക്രിസ്തുവിന്റെ ആകയാൽ ഞങ്ങൾ മനുഷ്യന്റെ പുറകെ നടന്ന് സുവിശേഷം പറയുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കിന്റെ അർത്ഥം അതാണ്, പുറകെ നടന്ന് ഞങ്ങൾ സുവിശേഷം പറയുന്നു. എന്തുകൊണ്ട്? കാര്യം ഞാനും അവനുമെല്ലാം ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കണം. അന്ന് നമ്മൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടി വരുന്നുണ്ട്. ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന യാഥാർത്ഥ്യമാണ്, ശ്രദ്ധിക്കണം, ക്രിസ്തുവിന്റെ ന്യായാസനം എന്ന യാഥാർത്ഥ്യമാണ് സുവിശേഷീകരണത്തിലേക്ക് എന്നെ തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. അതിന്റെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തുവിന്റെ സ്നേഹമാണ്. പക്ഷേ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. കാരണം ഞാനിത് പറഞ്ഞില്ലെങ്കിൽ ഈ സ്നേഹത്താൽ നിർബന്ധിതനായി നരകത്തിലേക്ക് പോകുന്ന ഈ വ്യക്തിയെ ഞാൻ വീണ്ടെടുക്കേണ്ടതിന് എന്റെ എഫേർട്ട് മുഴുവൻ ഇടുന്നില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കാൻ പോകുന്നു? അവൻ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ ഒരു ദിവസം നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് സുവിശേഷ ഘോഷണം അനിവാര്യമാക്കുന്ന പ്രധാന ഘടകം. ഇതാണ്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണം എന്ന് അറിഞ്ഞിട്ട്, നോയിങ് ദെയർഫോർ, ഇത് അറിഞ്ഞിട്ട്, ആ വാക്ക് തുടങ്ങുന്ന ഇംഗ്ലീഷിൽ എങ്ങനെ? നോയിങ് ദെയർഫോർ എന്ന് പറഞ്ഞാൽ അവിടെ തുടങ്ങുന്നത്. ഇത് അറിഞ്ഞിട്ട്, ഏതറിഞ്ഞിട്ട്? ഏത് മനുഷ്യനും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു എന്നത് അറിഞ്ഞിട്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്ന ഓരോ വ്യക്തികളും ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണെന്നും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അവര് എന്ത് തീരുമാനമെടുത്തു എന്നതും അവരുടെ ജീവിതത്തെ എങ്ങനെ രൂപാന്തരപ്പെടുത്തി എന്നതിന്റെയും അടിസ്ഥാനത്തിലാണ് അവന്റെ നിത്യത തീരുമാനിക്കപ്പെടുന്നതെന്നും നമ്മൾ ഓരോ വ്യക്തിയെ കാണുമ്പോഴും ഓർക്കുന്നുണ്ടോ? നമ്മളുടെ സ്വന്തം വീട്ടുകാരുടെ കാര്യത്തിൽ നമുക്ക് ഈ ഓർമ്മയുണ്ടോ? എന്റെ ദൈവമേ, ഒരു ദിവസം ഇവർ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടതാണ്. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട്, ഇതാണ് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നഷ്ടമായ വെളിപ്പാടും ഏറ്റവും അത്യന്താപേക്ഷിതമായ വെളിപ്പാടുമാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികൾ ഒരു ദിവസം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരുന്നു, കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ള ആ റെവലേഷൻ. ദിസ് ദ ബിഗസ്റ്റ് റെവലേഷൻ ദ വേൾഡ് മിസ്ഡ് ആൻഡ് ദ ബിഗസ്റ്റ് റെവലേഷൻ വി റിസീവ്ഡ്. ലോകത്തിന് മിസ്സായ, ലോകത്തിന് നഷ്ടമായ ഏറ്റവും വലിയ റെവലേഷനാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. ഒരു ദിവസം നമ്മളെല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. മനുഷ്യരാരും അത് ചിന്തിക്കുന്നില്ല.
നമുക്ക് ദൈവം വെളിപ്പെടുത്തിയ ഏറ്റവും, ദിസ് ഇസ് ദ ബിഗസ്റ്റ് റെവലേഷൻ ഗാഡ് ഹാസ് ഗിവൺ us. വി റിസീവ്ഡ് ഇറ്റ്. നമുക്കത് മനസ്സിലായി. ലോകത്തിലുള്ള ആളുകൾക്കത് മനസ്സിലായില്ല. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. യാത്രയുടെ ക്ലേശമെല്ലാം തീരും, തീരുമെന്റെ യാത്രയുടെ ക്ലേശമെല്ലാം തീരും. ചേരും ഞാനെൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും, ചേരും ഞാനെൻ പ്രിയതമന്റെ വീട്ടിൽ ചെന്നു ചേരും. ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി, ദൂരമധികമില്ലിനി, നേരമധികമില്ലിനി. കുരിശെടുത്തു പോകുമെൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. കുരിശെടുത്തു പോകുമെൻ തീർത്ഥയാത്ര തീർന്നിടും, നാട്ടിൽ ചെന്നു ചേർന്നിടും. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. അല്ലിലും പകലിലും വൻ ശോധനകളുണ്ട്, അല്ലിലും പകലിലും വൻ ശോധനകളുണ്ട്. അല്ലലെനിക്കാരും അറിയാത്തവ ഇന്നുണ്ട്, അല്ലലെനിക്കാരും അറിയാത്തവ ഇന്നുണ്ട്. അന്നതെല്ലാം തീർന്നിടും, കണ്ണുനീര് തോർന്നിടും. അന്നതെല്ലാം തീർന്നിടും, കണ്ണുനീര് തോർന്നിടും. അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും. ബിരുദുകൾ ഞാൻ നേടിടും, അല്ലലെല്ലാം ഓടിടും, ഹല്ലേലൂയ പാടിടും. ബിരുദുകൾ ഞാൻ നേടിടും. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെന്റെ നാട്ടിൽ, ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ കർത്താവിന്റെ വീട്ടിൽ. ഞാനൊരിക്കൽ എത്തുമെൻ കണ്ണീരില്ലാ വീട്ടിൽ, എൻ